ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇത് കുറേ മുന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് കുറേ എടുത്ത് വെച്ചിട്ട് ഇതൊന്നും ഇതുവരെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 5-6 മാസം, 6 അതിൽ കൂടുതലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു നാൽപ്പുളിയുടെ വീഡിയോ ആണ്. നാൽപ്പുളി എന്ന് വെച്ചാൽ പ്രസവിച്ചെണീറ്റിട്ട് ഗോൾഡൊക്കെ ഇടുന്നൊരു ചടങ്ങുണ്ടല്ലോ, കുട്ടിക്ക് ഗോൾഡൊക്കെ ഇടുന്ന. അപ്പോൾ ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ഇക്കാടെ വീട്ടിലാണ്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പോകാനുള്ള ഒരുക്കത്തിലായിട്ട് രാവിലെ പിള്ളേർക്ക് ഞാൻ ബ്രെഡും ഓംലെറ്റും ബുൾസയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിലർക്ക് ബുൾസൈ വേണം, ഒരാൾക്ക് ഓംലെറ്റ് വേണം. അപ്പോൾ ഇവിടെ ഉമ്മയൊക്കെ ഉണ്ട്. ഉമ്മക്ക് ഞാൻ വേഗം വെള്ളപ്പത്തിൻ്റെ മാവുണ്ട്. ഇപ്പോൾ വെള്ളപ്പവും മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കിയത് എല്ലാവരും ചായ കുടിച്ചു, എല്ലാം കഴിഞ്ഞു. ഇതാ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിലാണ് കേട്ടോ പോണത്. ഇക്കടെ പെങ്ങളുടെ വീട്ടിലേക്കാണ് പോണത്. പെങ്ങളുടെ മോളുടെ 40 വീയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ പോയി. ഇത് അവിടെ പോയപ്പോൾ ജ്യൂസൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ വരും കേട്ടോ. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബീഫൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പുഡിങ്ങിൽക്കുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കേട്ടോ. രാവിലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ചടങ്ങിന് അവർ വന്നിട്ടാണല്ലോ കുട്ടീനെ കുളിപ്പിക്കുന്നതും പെണ്ണ് കുളിക്കുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുക്കണം. ചായയൊക്കെ തിളപ്പിച്ചിട്ടുണ്ട്. അവർ ആദ്യം ആണുങ്ങൾ കഴിക്കാനിരുന്നു. പത്തിരി ഉണ്ടായിരുന്നു, പത്തിരിയും കറിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പെണ്ണുങ്ങൾ ചായ കുടിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം കുട്ടീനെ കുളിപ്പിച്ച് കൊണ്ടുവരാനും പെണ്ണ് കുളിച്ച് റെഡി ആവാനൊക്കെ. അവർ കൊണ്ടുവന്നിട്ട് ആ ഡ്രസ്സ് ഇടുക, അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതേ കുട്ടിക്ക് കെടുത്താനുള്ള ഗോൾഡൊക്കെ ഇടാൻ വേണ്ടി ഇതുമ്പോഴാണ് ടേബിളുമ്പോഴായിട്ടൊക്കെ കെടുത്തുന്നത്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ കുട്ടീൻ്റെ ഷീറ്റൊക്കെ ഇട്ട് എന്താ പറയുക, നല്ല അടിപൊളിയാക്കിയിട്ട് ഇങ്ങനെ വിരിച്ച് വെക്കുകയാണ്. അപ്പോൾ കുട്ടീനെ ഇതുമ്പോൾ കൊണ്ടുവന്ന് കെടുത്തണം. പിന്നെ കുട്ടീനെ കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടി രുമ്പതേ കുളിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് നമ്മൾ വീടിന് ചുറ്റി കൊണ്ടുവരാമെന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ. അത് ചുറ്റിയിട്ട് ഫ്രണ്ടിലേക്ക് വരും. മധുരം പിടിച്ചിട്ടാണ് വരുന്നത്. ചിലർ കയ്യിൽ ശർക്കരയും തേങ്ങക്കൊത്ത് അങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞങ്ങൾ മിഠായി ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. പാട്ടൊക്കെ പാടി എല്ലാവരും വന്നിട്ടുണ്ട്. ചിലവരിങ്ങനെ മുറുക്കി തുപ്പ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പണ്ടുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. മുറുക്കി തുപ്പ, പിന്നെ തേങ്ങാക്കൊലയിൽ നോക്കുക, ഒന്നുമില്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ മുഖത്തേക്ക് നോക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് വന്നത് ഇപ്പോൾ അവരുടെ വീട്ടിൽ നിന്നിട്ട് അവരാണ് ആദ്യമായിട്ട് ഗോൾഡ് ഇടുന്നത്. ചെക്കൻ്റെ വീട്ടുകാരാണ് ആദ്യം ഇടുക. അപ്പോൾ അവർ അരിയലത്തൊക്കെ കിട്ടുന്നുണ്ട്. കുട്ടിയുടെ ഗോൾഡ് ഇടലും ഓരോരുത്തരുടെ വക ഓരോരുത്തരുടെ ഇടലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫുഡ് അടിക്കാനുള്ള നേരമായിട്ടുണ്ട്. കുറേ നേരമായിട്ടുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഫുഡ് ഇവിടെ പൊട്ടിക്കുകയാണ്. ബിരിയാണിയാണ്. ചിക്കനും ചോറൊക്കെ വേറെ വേറെ കൊണ്ടുവന്നിട്ട് അതിങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ അതേ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ചോറൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ അവർക്കുള്ളതൊക്കെ വിളമ്പി കൊണ്ടു വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവരുടെ കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്കൊക്കെ ഇരിക്കാനായിട്ട്. കുറേ നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടീനൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് വേണമല്ലോ. പിന്നെന്താ, വെറും ചോറും ഉണ്ടായിരുന്നു കേട്ടോ. വെറും ചോറെന്ന് വെച്ചാൽ ഇപ്പോൾ ബിരിയാണി ഇതൊക്കെ കഴിക്കാത്തവരുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വെറും ചോറും കറിയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കിയതായിരുന്നു. ബിരിയാണിയൊക്കെ നമ്മൾ പാർസൽ മേടിച്ചതായിരുന്നു. അപ്പോൾ അവരുടെ ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞു. പിന്നെ വീട്ടിൽ ബാക്കിയുള്ള ഞങ്ങളെല്ലാവരും ഒക്കെ ഇരുന്നു കഴിച്ചു. നല്ലൊരു ഫങ്ഷനൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അധികമൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.